എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വരാനുഗ്രഹം ഏവർക്കും നിറഞ്ഞിരിക്കട്ടെ. ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തവയാണ്. ചില ആളുകൾ നമ്മുടെ മുന്നിലില്ലെങ്കിലും മനസ്സിൽ അവർ എപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊരു ചോദ്യം ഉള്ളിൽ വീണ്ടും വീണ്ടും വരാറുണ്ട്. നമ്മളെ ഓർക്കുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനത്താണ്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചില സമയങ്ങളിൽ മനസ്സിനെ ഏറെ അലട്ടാറുണ്ട്. അത്തരമൊരു ചോദ്യത്തിനുള്ള ആത്മീയമായ ഒരു സൂചനയാണ് ഇന്നത്തെ ഈ തൊടുകുറി. ഇത് കേവലം ഒരു വിനോദമല്ല, നമ്മുടെ മനസ്സും പ്രപഞ്ച ഊർജവും ഒരുമിച്ച് നൽകുന്ന ഒരു ചെറിയ അടയാളമായി ഇതിനെ കാണാം. പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംഖ്യ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കും. ആ സംഖ്യയുടെ ചില സത്യങ്ങൾ നമ്മളിലേക്ക് എത്തും. അത് ചിലർക്ക് അത്ഭുതമായിരിക്കും, ചിലർക്ക് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സത്യങ്ങൾ തുറന്നു കാണിക്കുന്ന അനുഭവമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 സംഖ്യകൾ വയ്ക്കുകയാണ്, 5, 0. ഈ 2 സംഖ്യകളിൽ നിങ്ങളുടെ മനസ്സ് ഏതിനോടാണ് കൂടുതൽ അടുത്തത് എന്ന് നോക്കൂ. ചിന്തിച്ചെടുത്ത് തിരഞ്ഞെടുക്കേണ്ടതില്ല. ആദ്യമായി മനസ്സിൽ തോന്നുന്ന നമ്പർ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനു മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരാളെ ഓർക്കുക. ആ വ്യക്തിയുടെ മുഖം വ്യക്തമായി മനസ്സിൽ വരുത്തുക. അവരുടെ ശബ്ദം, അവരുടെ സാന്നിധ്യം, നിങ്ങളോടുണ്ടായ അനുഭവങ്ങൾ എല്ലാം മനസ്സിലൂടെ കടന്നു പോകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ, ഈ വ്യക്തി എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ആ ചോദ്യം മനസ്സിൽ വെച്ച് 2 സംഖ്യകളിൽ ഒന്ന് തിരഞ്ഞെടുക്കൂ. ഇതിനോടകം തന്നെ നിങ്ങളൊരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ 5 എന്ന നമ്പർ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. 5 തിരഞ്ഞെടുത്തവർ, നിങ്ങളുടെ മനസ്സ് ഈ സംഖ്യയിലേക്ക് വന്നത് യാദൃച്ഛികമല്ല. 5 എന്നത് സ്ഥിരതയുടെ ഒരു അടയാളമാണ്. വിശ്വാസം, വാക്ക്, ആത്മബന്ധം, മനസ്സിലെ സത്യസന്ധത ഇവയുമായി ചേർന്നു നിൽക്കുന്ന ഒരു സംഖ്യ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ കണ്ട ആ വ്യക്തിയുമായുള്ള ബന്ധത്തിലും അതിൻ്റെ ആഴം വളരെ ശക്തമായി കാണുന്നു. നിങ്ങൾ ചിന്തിച്ച ആ വ്യക്തി സാധാരണ ഒരാളല്ല. അവർ പുറമേ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നവരായിരിക്കാം, പക്ഷെ ഉള്ളിൽ ആരെ എത്രമാത്രം വിലമതിക്കണമെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളാണ്. ഒരിക്കൽ മനസ്സിലൊരു വ്യക്തിക്ക് സ്ഥാനം കൊടുത്താൽ അതിനെ എളുപ്പത്തിൽ മാറ്റുന്ന സ്വഭാവം ഇവർക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇവരുടെ ചിന്തയിൽ നിൽക്കുന്നത്. അവർ നിങ്ങളെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ സത്യസന്ധതയാണ്. ഈ വ്യക്തി എങ്ങനെയായാലും കള്ളമായി പെരുമാറില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പലർക്കും മുന്നിൽ പറയാതിരുന്നാലും ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു ബഹുമാനം അവർ സൂക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ, ഒരു സമയത്ത് നൽകിയ സഹായം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കിയ ഒരു നിമിഷം ഇന്നും അവരുടെ ഉള്ളിൽ മായാതെ കിടക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും, ഇവർ അകന്നുപോയോ, എന്നെ മറന്നോ എന്ന്. പക്ഷെ സത്യം വേറെയാണ്. അവർ പലപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് കേട്ടാലും, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടാലും മനസ്സൊരു നിമിഷം നിങ്ങളുടെ അടുത്തേക്ക് വരും. പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വികാരമാണത്. അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം തോന്നാറുണ്ട്. പലർക്കും മുന്നിൽ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സ് ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്ന അവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങളെ ജീവിതത്തിലെ ഒരു വിശ്വസ്ത വ്യക്തിയായി അവർ കാണുന്നത്. ഒരു കാര്യം വ്യക്തമായി കാണുന്നു, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചില തെറ്റിദ്ധാരണകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം. ചില വാക്കുകൾ ശരിയായി പറയാതെ പോയിട്ടുണ്ടാകാം. ചില സമയങ്ങളിൽ നിങ്ങൾ 2 പേരും ഒരേ കാര്യം മനസ്സിൽ വെച്ചിട്ടും ആരും ആദ്യം തുറന്നു പറയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല. മറിച്ച് അത് കൂടുതൽ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഇഷ്ടമാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തളരാതെ നിൽക്കുന്ന നിങ്ങളുടെ സ്വഭാവം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയും ആരെങ്കിലും വേദനിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്വഭാവവും അവരെ ഏറെ ആകർഷിക്കുന്നു. പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ പേടിയും വരാറുണ്ട്. ഇയാളെ നഷ്ടപ്പെടരുത് എന്നൊരു പേടി. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാതായാൽ ഒരു ശൂന്യത ഉണ്ടാകുമെന്ന് അവർ ഉള്ളിൽ അറിയുന്നു. നിങ്ങൾ അടുത്തുണ്ടായിരുന്ന നിമിഷങ്ങൾ അവർ പലവട്ടം ഓർത്തിട്ടുണ്ട്. ചില സംഭാഷണങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ചെറിയ വാക്കുകൾ പോലും അവർക്ക് വലിയ അർത്ഥം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, അവർ പുറത്ത് അത്ര പ്രകടമാക്കാത്ത സ്നേഹം ഉള്ളിൽ വഹിക്കുന്നവരാണ്. എല്ലാവർക്കും തുറന്നു കാണിക്കാത്തൊരു സ്നേഹ രീതി.
അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ വികാരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ ഉള്ളിൽ നിങ്ങളോട് സ്നേഹവും കരുതലും വളരെ വ്യക്തമാണ്. നിങ്ങളുടെ സന്തോഷം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിഷമിച്ചാൽ അവർക്ക് മനസ്സിൽ ഭാരമുണ്ട്. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ എന്ന് സത്യമായി പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചിന്ത ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊരു കാരണത്താലാണ് എന്നതാണ്. ഒരു പ്രത്യേക ബന്ധം, വാക്കുകൾക്കപ്പുറം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അടുപ്പം, അതാണ് അവർ അനുഭവിക്കുന്നത്. ചിലർക്ക് ഉടൻ ഒരു വാർത്ത കിട്ടാം, ഒരു സന്ദേശം, ഒരു ഫോൺ കോൾ, അപ്രതീക്ഷിതമായൊരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ നീണ്ട നാളായി മനസ്സിലുണ്ടായിരുന്ന ഒരു അകലം കുറയുന്ന സാഹചര്യം. 5 തിരഞ്ഞെടുത്തവരെ, നിങ്ങൾ മനസ്സിൽ കണ്ട ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം ചെറുതല്ല. അവർ പലർക്കിടയിലും നിങ്ങളെ വേറിട്ടു കാണുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർക്ക് സുരക്ഷയും സമാധാനവും തോന്നുന്നു. മഹാദേവന്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തതയും സന്തോഷവും വരട്ടെ. മനസ്സിൽ നല്ലതു മാത്രം വരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധം കൂടുതൽ മനോഹരമായി മുന്നോട്ടു പോകട്ടെ. ഇനി അടുത്തതായി 0 തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം പറയട്ടെ. 0 എന്ന സംഖ്യ പലർക്കും ശൂന്യതയുടെ അടയാളമായി തോന്നാറുണ്ട്. പക്ഷേ ആത്മീയമായി നോക്കുമ്പോൾ 0 എന്നതൊരു വലിയ രഹസ്യമാണ്. പുറത്തൊന്നുമില്ലെന്ന് തോന്നുമ്പോഴും അതിൻ്റെ ഉള്ളിൽ അനന്തമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. ചില സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുമ്പോൾ പ്രപഞ്ചം അതിനെ പതിയെ തുറന്നു കാണിക്കുന്ന അടയാളമാണ് 0. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയാണ് നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട ആ വ്യക്തിയെക്കുറിച്ച് ഉള്ളിലേറെ നാളായി മറുപടി കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെന്നതിൻ്റെ സൂചന കൂടിയാണത്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ വാക്കിനും അർത്ഥം തേടിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളോട് അടുപ്പം കാണിച്ചതുപോലെയും ചിലപ്പോൾ വളരെ അകന്ന പോലെയും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും വ്യക്തത കിട്ടാതെ നിന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിന്തിച്ച ആ വ്യക്തിയുടെ മനസ്സ് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന ഒന്നല്ല. പുറത്ത് കാണിക്കുന്ന മുഖം ഒരു തരത്തിലായിരിക്കും, പക്ഷെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ മറ്റൊരു തരത്തിൽ. ചിലപ്പോൾ വളരെ സ്നേഹത്തോട് സംസാരിക്കും, നിങ്ങളെ അന്വേഷിക്കും, നിങ്ങളെ പ്രത്യേകമായി കാണിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ചില ദിവസങ്ങളിൽ ഒരുപാട് അകലം പാലിക്കും, നിങ്ങളെ അവഗണിക്കുന്നത് പോലെ തോന്നാം. ഈ മാറ്റമാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടിയത്. ഇവരുടെ ഉള്ളിൽ സ്വാർത്ഥതയുടെ ഒരു ഭാഗം കാണുന്നു. എല്ലാ ആളുകളെയും സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണക്ക് കൂട്ടുന്ന ഒരു സ്വഭാവം. അതെല്ലായ്പ്പോഴും തുറന്നു കാണിക്കില്ല. വളരെ മധുരമായി സംസാരിക്കും, നിങ്ങളെ പ്രശംസിക്കും, നിങ്ങളെപ്പോലെ ആരുമില്ല എന്ന് വരെ പറയാം. പക്ഷെ ആ വാക്കുകളുടെ പിന്നിൽ പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ ഒളിഞ്ഞിരിക്കാൻ സാധ്യത കാണുന്നു. നിങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർക്ക് ഉടനെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗം പിടികിട്ടും. മുന്നിലുള്ള ആളിൻ്റെ സ്വഭാവം, വാക്കുകൾക്കുള്ളിലെ യഥാർത്ഥ അർത്ഥം, പെരുമാറ്റത്തിലെ മാറ്റം, ഇവ നിങ്ങൾ വേഗം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ മുഴുവൻ കളിക്കാൻ കഴിയാത്തത്. അവർക്കതറിയാം. നിങ്ങൾ അവരുടെ ഓരോ മാറ്റവും മനസ്സിലാക്കുന്നുവെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കുള്ളിൽ ഒരു അസ്വസ്ഥത വരുന്നത്. നിങ്ങൾ നേരെ ചോദിക്കാതെ ഇരുന്നാലും നിങ്ങളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ ചില സത്യങ്ങൾ മറക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന തോന്നൽ അവർക്കുണ്ട്. ഇവിടെ ഒരു ചെറിയ അസൂയയുടെ ഊർജവും കാണുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത്, ഇവ അവരെ ഉള്ളിൽ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. പുറത്തത് കാണിക്കില്ല, പക്ഷേ ചില സമയങ്ങളിൽ പറയുന്ന ചില വാക്കുകളിലൂടെ നിങ്ങൾക്ക് ആ തോന്നൽ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ നല്ല മനസ്സിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ സത്യസന്ധമായ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് അവർക്കറിയാം. പക്ഷേ ചിലപ്പോൾ ആ നന്മ ഉപയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ അടയാളവും കാണുന്നു. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സഹായം, നിങ്ങളുടെ കരുതൽ, ഇവയെ സ്വാഭാവികമായി സ്വന്തമാക്കാം എന്നൊരു ചിന്ത അവർക്കുണ്ടായിട്ടുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കുള്ളിൽ ഉടനെ ഒരു വ്യക്തിയുടെ മുഖം വരും. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നും. കാരണം നിങ്ങൾ മുമ്പേ പല കാര്യങ്ങളും അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ്. ഈ തൊടുകുറി അതിനൊരു ഉറപ്പ് മാത്രമാണ്, ഒരു സൂചന മാത്രമാണ്. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ആളാണ്. ഒരിക്കൽ ഇഷ്ടപ്പെട്ടാൽ പൂർണ്ണമായി മനസ്സ് കൊടുക്കുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും ആ വിശ്വാസത്തിന്റെ വില അറിയണമെന്നില്ല. ചിലർ അതിനെ സ്നേഹമായി സ്വീകരിക്കും, ചിലർ അതിനെ ഒരു അവസരമായി കാണും. അതുകൊണ്ട് 0 തിരഞ്ഞെടുത്തവർ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തത വേണം. ആരോടാണ് മനസ്സ് തുറക്കേണ്ടത്, ആരോടാണ് ചെറിയ അകലം പാലിക്കേണ്ടത് എന്ന്, ഏത് ബന്ധമാണ് നിങ്ങളെ സമാധാനത്തിലാക്കുന്നത്, ഏതാണ് ക്ഷീണിപ്പിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നിങ്ങൾ ആരുടെയും നിഴലായി ജീവിക്കേണ്ടവരല്ല. നിങ്ങളെ വിലമതിക്കുന്നിടത്ത് മാത്രം നിൽക്കേണ്ടവരാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ബന്ധങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത്.
ഈ വ്യക്തിയുമായി ബന്ധം പൂർണ്ണമായി അവസാനിക്കുമെന്നില്ല. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വലിയ വ്യക്തതയാണ്. ആരാണ് സത്യം, ആരാണ് അഭിനയിക്കുന്നത്, ആരാണ് ഉള്ളിൽ നിന്ന് നിങ്ങളെ ആശംസിക്കുന്നത്, ആരാണ് സ്വന്തം ലാഭം മാത്രം നോക്കുന്നത് എന്നതിൻ്റെ മറുപടി പതിയെ നിങ്ങൾക്ക് കിട്ടും. പ്രപഞ്ചം ചിലപ്പോൾ ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരും, ചിലപ്പോൾ അവരെ അകറ്റും. രണ്ടിനും ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായവർ നിലനിൽക്കും, ബാക്കിയുള്ളവർ പാഠമായി മാറും. ഇനി നിങ്ങളോട് അവസാനമായി പറയാനുള്ളത് 5 എന്ന നമ്പർ ആയാലും 0 എന്ന നമ്പർ ആയാലും ഇന്നത്തെ തൊടുകുറി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ പലപ്പോഴും സത്യമുണ്ടാകും, പക്ഷെ അത് കേൾക്കാൻ നാം സമയമെടുക്കാറില്ല. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് സ്നേഹമായി, ചിലർ അനുഗ്രഹമായി, ചിലർ പാഠമായി. ആരാണ് നമ്മളെ സത്യമായി മനസ്സിലാക്കുന്നത്, ആരാണ് നമ്മളെ വിലമതിക്കുന്നത്, അത് കാലം തന്നെ കാണിച്ചു തരുന്ന ഒന്നാണ്. മനസ്സിൽ നല്ലത് മാത്രം കരുതൂ, ഈശ്വരനിൽ വിശ്വാസം വയ്ക്കൂ. നിങ്ങൾക്ക് അർഹമായ ബന്ധങ്ങളും സന്തോഷവും സമാധാനവും ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് എത്തും. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സകല ഐശ്വര്യവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.